ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഓണവിരുന്നിൻ്റെ പൂക്കാലത്ത് തനി നാടൻ പുളി ഇഞ്ചിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. എല്ലാവർക്കും അറിയാമായിരിക്കും, ഓണസദ്യയുടെ ഒരു പ്രധാന ഐറ്റമാണ് പുളി ഇഞ്ചി. നല്ല സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു ഡിഷാണ്. നമ്മുടെ ഓണസദ്യ ഇലയിൽ ഒരറ്റത്താണ് ആളിരിക്കുന്നതെങ്കിൽ നല്ല ടേസ്റ്റും നമ്മുടെ ദഹനത്തിന് അത്യാവശ്യമായിട്ടുള്ള ഒന്നാണ് പുളി ഇഞ്ചി. ഇതിനധികം സാധനങ്ങളൊന്നും ആവശ്യമില്ല. മെയിനായിട്ട് പുളി, അതുപോലെ ഇഞ്ചി, വെള്ളം, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കോക്കനട്ട് ഓയിൽ അല്ലെങ്കിൽ നല്ലെണ്ണ, ഇതിൽ ഏതെങ്കിലും ഒന്ന് എടുക്കാം കേട്ടോ. പിന്നെ മഞ്ഞൾപ്പൊടി, കായപ്പൊടി, ഇതൊക്കെയാണ് ഇതിന് വേണ്ടത്. ഫസ്റ്റ് നമുക്ക് സ്റ്റൗ ഓണാക്കി ഒരു കടായി വെച്ചതിന് ശേഷം ഞാനൊരു 2 ടേബിൾ സ്പൂണോളം കോക്കനട്ട് ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ നല്ലെണ്ണ യൂസ് ചെയ്യാം കേട്ടോ. നല്ലെണ്ണയിലാക്കിയാൽ നല്ല ടേസ്റ്റായിരിക്കും. ഓയിൽ ചൂടായതിന് ശേഷം നമുക്ക് ഇതുപോലെ ഇഞ്ചി ഒന്ന് മിക്സിയിൽ നിന്ന് ക്രഷ് ചെയ്തെടുക്കാം, അല്ലെങ്കിൽ ചെറുതായി അരിഞ്ഞ് എടുക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഒരു ലൈറ്റ് ഗോൾഡൻ കളറാകുന്നത് നമുക്ക് വഴറ്റി കൊടുക്കണം. ഞാൻ അധികം ഓയിൽ ഒഴിച്ചിട്ടില്ല കേട്ടോ, 2 ടേബിൾ സ്പൂണേ ഒഴിച്ചിട്ടുള്ളൂ. ഇനി ഇതൊന്ന് നല്ലോണം വഴറ്റിയെടുക്കാം. ഇപ്പം നല്ലോണം വഴറ്റി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. മസാലപ്പൊടി 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ 2 ടീസ്പൂണോളം മുളക് പൊടി. എരിവൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാം കേട്ടോ. നല്ലോണം ആ പച്ചമണം മാറുന്ന വരെ വഴറ്റി കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. പിന്നെ ഞാൻ ഇതുപോലെ ഒരു പച്ചമുളക് ചെറുതായി അരിഞ്ഞതും ചേർക്കുന്നുണ്ട് കേട്ടോ. അതും ചേർത്ത് നല്ലോണം വഴറ്റി കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ പുളി പിഴിഞ്ഞ് ഒഴിക്കുകയാണ് വേണ്ടത്. ഞാനിവിടെ ഒരു നെല്ലിക്ക വലിപ്പത്തിൽ പുളി ആദ്യം കുതിർത്ത് വെച്ചിരുന്നു. അത് നല്ലോണം ഇതുപോലെ പിഴിഞ്ഞ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. വേറെ വെള്ളമൊന്നും ചേർക്കണ്ട. പുളി ഇതെങ്കിൽ പിഴിഞ്ഞിട്ട് കറക്റ്റായിട്ടുള്ള വെള്ളം ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇത് നല്ലോണം തിളക്കണം കേട്ടോ. ഇനി ഇതിലേക്ക് ചേർക്കേണ്ടത് ഒരു കഷ്ണം വെള്ളം, അതായത് 40 ഗ്രാമോളം വരും. പിന്നെ കായപ്പൊടി 1 ടീസ്പൂണോളം കായപ്പൊടി ചേർത്ത് കൊടുക്കുക. ഇനി കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കുക. ഇനി നല്ലോണം ഇതൊന്ന് തിളച്ച് ഒന്ന് കുറുകി വരണം. ആ വെള്ളം അതിലേക്ക് ഉരുകി നല്ലോണം ചേരണം. ഇതാ നമ്മുടെ പുളിയിഞ്ചി ഇപ്പം നല്ലോണം കുറുകി റെഡി ആയിട്ടുണ്ട് കേട്ടോ. ആ വെള്ളം അതിലേക്ക് നല്ലോണം അലിഞ്ഞ് ചേർത്തിട്ടുണ്ട്. ഇനി ഇത് തണിയുമ്പം കുറച്ചും കൂടി കുറുകി വരും കേട്ടോ. ഈ ഒരു സ്റ്റേജിൽ നമുക്ക് സ്റ്റൗ ഓഫാക്കാം. ഇനി ഇതൊരു സേവിങ് പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം. ഇനി നമുക്കിതിലേക്കൊന്ന് വറുത്തിട്ട് കൊടുക്കാം. ഞാൻ ഇതിലേക്ക് കുറച്ച് കോക്കനട്ട് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 ടീസ്പൂണോളം കടുക് ഇട്ട് കൊടുക്കാം. ഓയിൽ ചൂടായതിന് ശേഷം പിന്നെ ഇതിലേക്ക് കുറച്ച് കറിവേപ്പില, അതുപോലെ നമ്മുടെ ഉണക്കമുളക്, ഡ്രൈ ചില്ലി, അതും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇങ്ങനെ നമ്മുടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള തനി നാടൻ പുളിയിഞ്ചി റെഡി ആയിട്ടുണ്ട് കേട്ടോ.
എല്ലാവർക്കും അറിയാവുന്ന ഡിഷായിരിക്കും. എന്നാലൊന്ന് ട്രൈ ചെയ്ത് നോക്കി നിങ്ങളുടെ കമൻറ്റ്സ് അറിയിക്കണം കേട്ടോ. അതുപോലെ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.